ഹരി ഓം. ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദോ. ഏവർക്കും സ്നേഹം നിറഞ്ഞ വിഷു ആശംസകൾ. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷു ഫലമാണ് കേട്ടോ. അശ്വതി മുതൽ രേവതി വരെയുള്ള ഓരോ നക്ഷത്രക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് ജീവിതത്തിൽ വരിക, എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട പരിഹാരങ്ങൾ, ഇത്ര കാര്യങ്ങളാണ് നമ്മുടെ സംസാരിക്കുക. ശനി മീനരാശിയിലും ഇടവത്തിൽ വ്യാഴവും പറഞ്ഞ കൊള്ളവർഷം 1200 ആണ്ട് മീനമാസം 30-ന്, അതായത് 13/4/2025 രാത്രി 3:21 ചോദ്യ നക്ഷത്രം 1-ാം പാദത്തില് നമ്മുടെ രവിസംഗമം അല്ലെങ്കിൽ മേട രവിസംഗമം അല്ലെങ്കിൽ വിഷു സംഗമം എന്ന് പറയാം. ഓക്കെ, തുലാംകൂറിലായിരുന്നു അല്ലെ. തുലാംകൂറിലെ ചോദ്യം 1-ാം പാദത്തിലാണ് നമുക്ക് ഈ തവണ എന്താ വിഷു സംക്രമം വന്നിരിക്കുന്നത്. അപ്പം ഈ വിഷു സംക്രമം നിമിത്തം അല്ലെങ്കിൽ വിഷു തൊട്ട് ഒരു വർഷത്തേക്ക് ഈ 1200 എന്താണ് മേടം 1 മുതൽ അങ്ങോട്ട് എന്തൊക്കെ ഫലങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പാലിച്ചു പോകേണ്ടത്, എന്തൊക്കെ അനുഷ്ഠാനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കനോട് അമർത്തിക്കോളൂ കേട്ടോ. അപ്പൊ നമ്മൾ എന്നെ ഒരു തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അധികം താമസിക്കാൻ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ 2025 വിഷു സംക്രമം നിമിത്തം തിരുവാതിര നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഫലങ്ങളാണ് നോക്കിക്കഴിഞ്ഞാൽ, തൊഴിൽ സംബന്ധമായിട്ടും ധനസംബന്ധമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രൊമോഷനൊക്കെ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയം തന്നെയാണിത്. നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. പൊതുവെ അങ്ങനെയാണ്. പ്രൊമോഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ഉത്തരവാദിത്തം കൂടും. പ്രൊമോഷൻ ലഭിച്ചതെങ്കിൽ പോലും നമുക്ക് എന്താണ് പുതിയ പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. തൊഴിലൊക്കെ മാറ്റം ആലോചിക്കുന്നവർക്കും പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കാൻ യോഗം കാണുന്ന സമയം തന്നെയാണ്. ബിസിനസ് വിപുലീകരിക്കുന്ന എക്സ്പാൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായ വർഷമായിട്ട് കാണപ്പെടുന്ന സമയമാണ്. പുതിയ പദ്ധതികളൊക്കെ ആരംഭിക്കാൻ നിൽക്കുന്നവർക്കും അനുകൂലമായ സമയം തന്നെയാണ് കേട്ടോ. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ എടുത്ത കഠിനാധ്വാനത്തിന്റെ ഫലം ഈ വർഷം നമുക്ക് കണ്ടു തുടങ്ങുന്ന സമയം തന്നെ ആയിരിക്കും. വരുമാനങ്ങളിലൊക്കെ വർദ്ധിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുവാനും സാധിക്കുന്ന സമയം തന്നെയാണ് ടൈം എന്ന് പറയുന്നത് കേട്ടോ. സാമ്പത്തികമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ചെറിയ നിയന്ത്രണമൊക്കെ ഉള്ളത് ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഫാമിലി റിലേറ്റഡ് കുടുംബ റിലേറ്റഡ് ആക്കി നോക്കിക്കഴിഞ്ഞാൽ വിവാഹ കാര്യങ്ങളൊക്കെ സാധ്യത കാണുന്ന സമയം തന്നെയാണ് ടൈം എന്ന് പറയുന്നത്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും കളിയാടുന്ന സമയം തന്നെയായിരിക്കും ടൈം എന്ന് പറയുന്നത്. പുതിയ സുഹൃത്ത് ബന്ധങ്ങളെയൊക്കെ ലഭിക്കാനും യോഗം കാണുന്ന ടൈം തന്നെയാണ് വിഷു ഫലം എന്ന് പറയുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ നമ്മുടെ പണത്തിൽ തന്നെ കേന്ദ്രീകരിക്കാൻ ശ്രദ്ധിക്കാം. മികച്ച വിജയങ്ങൾ അല്ലെങ്കിൽ മികച്ച ഫലങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കഠിനമായിട്ട് അതിനു വേണ്ടി ഒന്ന് അധ്വാനിക്കുന്ന വളരെ ഉത്തമമായിരിക്കും. പുതിയ പഠന രീതികളൊക്കെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ വളരെ ഉത്തമമായിട്ട് നമുക്ക് എന്താണ് സഹായത്തോടെ നമ്മുടെ പഠനത്തിന് അനുകൂലമായ രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും കേട്ടോ. ആരോഗ്യ സംബന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആരോഗ്യ തരത്തിലെ പ്രശ്നങ്ങൾ ചെറിയ രീതിയിൽ കണ്ടാൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, ഒട്ടും അലസത കാണിക്കാതെ കൃത്യമായിട്ടുള്ള വൈദ്യ പരിശോധന ചികിത്സ തേടുന്നത് ഉത്തമമായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ആയുധങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കുന്ന ഉത്തമമാണ്. ഈ ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്നവരെന്ന് പറയുമ്പോൾ അടുക്കളയിൽ പണിയുന്നവരും വളരെയധികം ശ്രദ്ധിക്കുന്നതാണ്. മറ്റ് ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും ഉത്തമമാണ് കേട്ടോ. അതുപോലെ വാഹന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നതൊക്കെ ഉത്തമമായിരിക്കും കേട്ടോ. അപ്പം എന്താണ് ദോഷത്തിനുള്ള പരിഹാരങ്ങൾ? ഓക്കെ, പരിഹാരം അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രശ്നങ്ങൾ എന്തായാലും പ്രശ്നമില്ല, പരിഹാരങ്ങൾ ചെയ്താൽ പോലെ എന്ന് ചിന്തിക്കാറുണ്ട് അല്ലെ. അപ്പൊ പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ ശിവക്ഷേത്ര ദർശനം നടത്തുകയും അഭിഷേകം നടത്തുന്നതൊക്കെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. നമ്മുടെ ദോഷഫലത്തെയൊക്കെ കുറയ്ക്കുവാൻ അത് സഹായകരിക്കും. അതുപോലെ നാഗക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നതും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും വേറെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഹനുമാൻ ചാലീസ നമുക്ക് പാരായണം ചെയ്യാൻ സാധിക്കുമെങ്കിൽ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. മഹാമൃത്യുഞ്ജയ മന്ത്രം 11 അല്ലെങ്കിൽ 21 അല്ലെങ്കിൽ 108 എന്ന രീതിയിൽ ജപിക്കുന്നതും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ പഞ്ചാശരിയും നമുക്ക് 108 തവണ ജപിക്കുന്നത് വളരെ ശേഷകരമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. നമുക്ക് പറ്റുന്ന രീതിയിൽ പറ്റുന്ന വിധത്തിലൊക്കെ ചെയ്യുന്നത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള യഥാശക്തി വഴിപാടുകൾ ചെയ്യുന്നതും വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. മന്ത്രങ്ങൾ പാരായണം ചെയ്യുമ്പം കൃത്യമായിട്ട് അതിന് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ മന്ത്രപാരായണം നടത്തുക കേട്ടോ. മൊബൈൽ കണ്ടോ അല്ലെങ്കിൽ TV കണ്ടോ അല്ലെങ്കിൽ വർക്കിന്റെ ഇടയ്ക്കിലോ അങ്ങനെയൊന്നും ജപിക്കാതെ അത് ജപിച്ചോളൂ, അത് വേറെ. ഓക്കെ, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും മന്ത്രങ്ങൾ ജപിക്കാം, ഈശ്വരനെ ധ്യാനിക്കാം, എപ്പോൾ വേണമെങ്കിലും ധ്യാനിക്കാം. പക്ഷെ എന്ത് ചെയ്യല്ല, ഇതിനു വേണ്ടി പരിഹാരമായിട്ട് ചെയ്യുമ്പം കൃത്യമായിട്ട് അതിന് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് തെളിച്ച് വെച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. ഞാൻ പറ്റൂല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒരിടത്ത് സമാധാനത്തിൽ ഇരുന്ന് വേറൊരു കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കാതെ ഈശ്വരനിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച്
മന്ത്രജപങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയാം കേട്ടോ. അതുപോലെ തന്നെ നമുക്കൊരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ കൊണ്ട് പറ്റുന്ന എന്താണോ അത് ചെയ്യുക. ഇപ്പം 10 രൂപയുടെ ഒരു സാമ്പാർ മേടിച്ച് വെക്കാനാണോ പറ്റുന്നത്, മതി, അത്രയും ചെയ്താൽ മതി. നമ്മളെ കൊണ്ട് എന്താണോ പറ്റുന്നത് അത് യഥാശക്തി നമ്മൾ ചെയ്യുക. ഓക്കെ, അത് സന്തോഷത്തോടെ ചെയ്യുക. അപ്പം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. നമ്മൾ കാര്യം ചെയ്യുമ്പം സങ്കടപ്പെട്ട് വിഷമിച്ച് ദുഃഖിച്ച് അല്ലെങ്കിൽ ദേഷ്യത്തോടൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഫലം അങ്ങ് കിട്ടുന്നതല്ല. സന്തോഷത്തോടെ തൃപ്തിയായിട്ട് ചെയ്താൽ, എനിക്ക് വേണ്ടിയാണല്ലോ, എൻ്റെ നല്ലതിന് വേണ്ടിയാണല്ലോ ചിന്തയിൽ നമ്മൾ ദൈവവിശ്വാസത്തോടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യങ്ങൾക്ക് ഫലസിദ്ധി ഉണ്ടാവുള്ളൂ. നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ആ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് അതിനുള്ള ഫലപ്രാപ്തി എന്തായാലും ഈശ്വരൻ തരും കേട്ടോ. അപ്പൊ ഈ സൽചിന്തയോടെ സൽപ്രവൃത്തിയോടെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകും കേട്ടോ. ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് സൽചിന്തയും സൽപ്രവൃത്തിയും, അതും കൃത്യമായിട്ട് ചെയ്യണം കേട്ടോ. ഇത്രയൊക്കെയാണ് വിഷുഫലം എന്ന് പറയുന്നത്. നമ്മുടെ പേരും നക്ഷത്രം താഴെ കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിലും പ്രാർത്ഥനയിലും നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ താഴെ പേരും കമന്റും നക്ഷത്രം കമന്റ് ചെയ്യുമ്പോൾ അതിൽ ടൈപ്പ് ചെയ്തേക്കുന്ന ആളുടെ പേരും നക്ഷത്രം വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന വേളയിലും ഒന്ന് ഉൾപ്പെടുത്തുക. കാരണം അറിയാലോ, നമുക്ക് വേണ്ടി നമ്മൾ സ്വയം പ്രാർത്ഥിക്കുന്ന ഇരട്ടി ഫലമാണ് നമുക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നത് എന്ന് പറയുന്നത്. സോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ ഇരട്ടി പവർ കിട്ടും. നമ്മൾ ക്ഷേത്രത്തിൽ നടത്തുന്ന പ്രാർത്ഥന അല്ലാതെ നിങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുമ്പോൾ ഇരട്ടി ഒരു പവറായിരിക്കും. ഈശ്വരനിലേക്ക് പെട്ടെന്ന് അത് എത്താനുള്ള പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത്രയും വിഷുഫലം കേട്ടു. അപ്പൊ ഈ വിഷുഫലം കേൾക്കുമ്പോൾ കുറെ ആളുകൾക്ക് സന്തോഷം, കുറെ ആൾക്ക് ദുഃഖങ്ങളൊക്കെ ഉണ്ടാവാം, സ്വാഭാവികം. കാരണം നല്ല ഫലങ്ങൾ കേട്ടവർക്ക് സമാധാനവും സന്തോഷവും കിട്ടും. ദോഷഫലങ്ങൾ കേട്ടവർക്ക് ഒരു ദുഃഖവും വെറുപ്പും സങ്കടവും വിഷമവും ഒരു വിങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒക്കെ അത് നോർമലാണ്, നമ്മൾ ഹ്യൂമൻസ് ആണ്, ഉണ്ടാവും. ഓക്കെ, പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്തായാലും നമ്മൾ എന്ത് ഇമോഷണൽ ആയാലും ഒത്തിരി ഓവർ ആക്കല്ല, ഒരു ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകും. അപ്പം നമുക്ക് ഓവർ എക്സ്പെക്ടേഷൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതനുസരിച്ച് എഫക്റ്റ് വരും. അപ്പം നമ്മൾ ഈ ഓവർ എക്സ്പെക്ടേഷൻ വേണ്ട, ടേക്ക് കെയർ ചെയ്യാൻ പറഞ്ഞേക്കുന്നവർ കറക്റ്റായിട്ട് ടേക്ക് കെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു വീഡിയോയും ചെയ്യാത്ത ഒരു കാര്യം ഈ ഒരു വീഡിയോയിൽ ഈ ഒരു പിടിഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിഷുഫലത്തിലെ പരിഹാര കർമ്മങ്ങൾ അല്ലെങ്കിൽ പരിഹാരങ്ങൾ റെമീൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് എന്തിനാണ് വെച്ച് കഴിഞ്ഞാൽ ഓരോ നക്ഷത്രകാലം നമ്മൾ 27 നക്ഷത്രഫലമായിട്ടാണ് ഇട്ടേക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ എന്താണ് ഓരോ നക്ഷത്രക്കാർക്കും അവരവർക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാട് ചെയ്യുക. അത് പൂർണ്ണമായിട്ടും ചെയ്യണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ അതിൽ 1 or 2 എങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുക. കാരണം എന്താണ്, ഒന്നും ചെയ്യാതിരിക്കുന്ന കഴിഞ്ഞപ്പോൾ അതാണ് എന്തെങ്കിലും ചെയ്യുന്നത് അല്ലേ. അപ്പം അതുകൊണ്ട് ഈ വിഷുഫലം റെഡി ആക്കിക്കൊണ്ടിരുന്നപ്പം എനിക്ക് തോന്നി, ഓക്കെ, ഇവിടെ റെമഡി വേണം, പരിഹാരങ്ങൾ കൂടെ വേണം. പക്ഷെ ഒരു വർഷത്തേക്കുള്ളതാണ്. കാരണം നമ്മൾ വർഷഫലം ഇട്ടപ്പോൾ നമ്മൾ പരിഹാരം ഇട്ടില്ല, പക്ഷെ വിഷുഫലം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി ഇവിടെ പരിഹാരങ്ങളും വേണം. ശരിക്കും പറഞ്ഞാൽ ഒരു ആയില്യം തൃക്കേട്ട ആ ഭാഗം എത്തിയപ്പോഴാണ് ശരിക്കും നമുക്കൊരു തോന്നലുണ്ടായത്, പരിഹാരങ്ങൾ കൊടുക്കണം എന്നൊരു തോന്നലുണ്ടായത്. സോ നമ്മൾ വീണ്ടും ബാക്കി വന്ന് ബാക്കിയുള്ള അശ്വതി മുതലുള്ള എല്ലാ നക്ഷത്രക്കാർക്കും വേണ്ട പരിഹാര കർമ്മങ്ങളൊക്കെ കൃത്യമായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ചെയ്യാൻ പറ്റും. അപ്പം വലിയ തുകയൊക്കെ ആവും എന്ന് ചിന്തയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളാൽ പറ്റുന്ന എന്നുവെച്ചാൽ ഒന്നും ചെയ്യാതെ ഒരു ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കാൻ കഴിഞ്ഞപ്പോൾ ഏതാണ് നമുക്ക് പറ്റുന്ന യഥാശക്തി എന്തെങ്കിലുമൊക്കെ പരിപാടി. കാരണം ഒരു ഈശ്വരാധീനം, ഒരു ഈശ്വരാനുഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടാവും. ഓക്കെ, കൂടെ. കാരണം അതുപോലെ തന്നെ ഈശ്വരൻ്റെ കാര്യം ചെയ്യുമ്പോൾ പലരും പറയുന്നത് ഞാൻ ഇത്രയും ഇതുണ്ട്, അമ്പലങ്ങളിൽ വഴിപാടുകൾ ചെയ്യുന്നുണ്ട്, മുടങ്ങാതെ എല്ലാ മാസം 1-ാം തീയതി എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്, എന്നാൽ പറ്റുന്ന ഓരോ വഴിപാടും ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു പ്രയോജനം കിട്ടുന്നില്ല എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും ഇങ്ങനെ നിൽക്കാൻ പറ്റുന്ന ചിലപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടായിരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഈശ്വരൻ്റെ കാര്യം കൊടുക്കുമ്പോൾ ഒരിക്കലും നമ്മൾ വിഷമത്തോടെ അല്ലെ സങ്കടത്തോടെ കൊടുക്കില്ല. നമ്മൾ മനസ്സോടെ വേണം കൊടുക്കാൻ. കാരണം നമുക്ക് ഈ പൈസ അല്ലെങ്കിൽ ഈ സമ്പത്തികം നമുക്ക് തന്നതാരാ? ഈശ്വരന്. അപ്പൊ നമ്മൾ അത് ഈശ്വരന് കൊടുക്കുമ്പോൾ ഒരിക്കലും ആ ഒരു വിഷമത്തോടെ ദേഷ്യത്തോടെ ഒന്നും കൊടുക്കാൻ പാടില്ല. അതുപോലെ പൈസയുടെ കാര്യം, എന്ത് കാര്യം, നിങ്ങൾ ഒരു കാര്യം കടയിൽ പോയി മേടിക്കുന്നു, അപ്പൊ അതിന് ഇത്രയും പൈസ ആയാലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കുക, വേണ്ടെങ്കിൽ വേണ്ടിക്കേണ്ട. പക്ഷെ പൈസ കൂടുതലാണോ എന്ന് വിചാരിച്ച് എന്ത് ചെയ്യല്ലോ അവിടെ പ്രാഗി കൊടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ എന്ന് പറയുന്നത് ലക്ഷ്മിയാണ് അല്ലെ. അപ്പൊ ലക്ഷ്മിക്ക് അല്ലെങ്കിൽ മഹാലക്ഷ്മിയാണ്. അപ്പം ആ പൈസ നമുക്ക് തിരിച്ചെത്തണമെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ അത് എക്സ്പെൻസ് ചെയ്താൽ മാത്രമാണ് നമ്മളിലേക്ക് തിരിച്ചെത്തുള്ളൂ. കാരണം എന്നെ കൈകാര്യം ചെയ്യുമ്പോൾ സന്തോഷം വരുന്നുണ്ട് എന്നൊരു തോന്നല് പൈസക്ക് തോന്നും. മറ്റേത് എന്നെ കൈകാര്യം ചെയ്തിട്ട് വലിയ പ്രത്യേകിച്ച് പോകണമല്ലോ, എപ്പോഴും ഒരു കുറ്റം അല്ലെങ്കിൽ എപ്പോഴും ഒരു നെഗറ്റീവ് ഷെയ്ഡാണ് എന്നൊരു ചിന്ത വരുമ്പോൾ പിന്നെ പൈസ നമ്മളിലേക്ക് വരാനുള്ള മടിക്കും. നമ്മൾ ശ്രദ്ധിച്ചറിയാം, ചില ആളുകൾക്ക് ഇടയ്ക്ക് പൈസ വന്നിട്ട് പിന്നീട് പൈസ ഉണ്ടാവാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ കാരണം വെച്ചാൽ അവർ പൈസ കൈകാര്യം ചെയ്തതിന്റെ പ്രശ്നമാണ്. അത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മാത്രമല്ല, ഓക്കെ, ഇങ്ങനൊരു ടീം കൂടിയുണ്ട്. സോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടായ്മയെ ജോയിൻ ചെയ്യാൻ, പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മ, ഒരു കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ
നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ആ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും പെട്ടെന്ന് നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള സർവീസുകൾ അതുപോലെ വെബിനാർസ് ഒക്കെ പെട്ടെന്ന് അറിയിക്കുന്ന ആ ഗ്രൂപ്പിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് യൂട്യൂബിൽ തന്നെ വരാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, ഏറ്റവും കൂടുതൽ ചില ന്യൂസ് യൂട്യൂബിൽ വന്നു കഴിയുമ്പോഴും അവിടെ ആ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാ മാസവും മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര എന്ന് പറയുന്ന ഒരു വെബിനാർ ഉണ്ടാവും. അത് എന്താണ്, അതുപോലെ തന്നെ മറ്റ് അനവധി വെബിനാർസ് ഉണ്ടാവും. നമ്മൾക്ക് ഇതുവരെ കണ്ടക്ട് ചെയ്ത് വന്നിട്ടില്ല ആ ഗ്രൂപ്പിൽ, പവേഴ്സ് ക്ലബിൽ കണ്ടക്ട് ചെയ്തിട്ടില്ല. പെയ്ഡും ഫ്രീ ആയിട്ടുള്ള വെബിനാർസ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ കൺസൾട്ടേഷണൽ കാര്യങ്ങളിൽ തന്നെ ചില സമയത്ത് ഓഫേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നോർമലി ഒരു കോൾ കണ്ട് അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ അഡ്വർടൈസ്മെന്റ് എന്തെങ്കിലും കണ്ടിട്ട് നമ്മൾ കോൾ ചെയ്യുന്നു കഴിഞ്ഞാൽ ഒരു ഫീസ് നമ്മുടെ ഓഫീസിന് പറയുന്നുണ്ട്. പക്ഷെ അതല്ലാതെ പവേഴ്സ് ക്ലബിൽ നിന്ന് ചില സമയത്ത് ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഓഫർ കൃത്യ ടൈമിൽ ഗ്രാപ്പ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, പ്രത്യേക ഓഫർ കിട്ടും. 24 മണിക്കൂറുകൾക്ക്, 2 മണിക്കൂർ നേരത്തേക്ക്, അരമണിക്കൂറുകൾക്ക് നിൽക്കുന്ന ഓഫേഴ്സ് പ്രത്യേകമായിട്ട്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ ആക്റ്റീവായിട്ട് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നാൽ എപ്പോഴും കാണുന്ന ആളുകൾക്ക് കിട്ടാൻ വേണ്ടിയൊക്കെയാണ്. എന്ന് വെച്ചാൽ എപ്പോഴും ഒരു പ്രശ്നത്തിൽ നിൽക്കുന്നവർക്ക് പരിഹാരം കിട്ടാൻ വേണ്ടി, പെട്ടെന്ന് പൈസ ഇല്ലാത്തതുകൊണ്ട് പരിഹാരം കിട്ടാതിരിക്കല്ല. ഓക്കെ, അങ്ങനെ ഒരു എന്താണ് പ്രപഞ്ചം അല്ലെങ്കിൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഈശ്വരൻ നമ്മളിലേക്ക് തോന്നിപ്പിക്കും ഒരു ഈ ടൈമിൽ ഓഫർ കൊടുക്കുക എന്നൊരു ചിന്ത ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആ സമയത്ത് ആ ഗ്രൂപ്പിൽ ഓഫേഴ്സ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാകും. വെബിനാർസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ജോയിൻ ചെയ്യുന്നവർക്ക് അങ്ങനെ ജോയിൻ ചെയ്യാം. കൺസൾട്ടേഷനിൽ ഓഫേഴ്സ് കിട്ടാൻ വേണ്ടി ജോയിൻ ചെയ്യുന്നവർക്കും അങ്ങനെ ജോയിൻ ചെയ്യുന്നതാണ്. അതല്ലെങ്കിൽ നമ്മുടെ ഒരു കൂട്ടായ്മ എന്നുവെച്ചാൽ ഒരു ഫാമിലി പോലെയാണ്. അവിടെ പറയുന്ന കണ്ടന്റ് വാല്യൂ പ്രൊവൈഡ് ചെയ്തിട്ട് അത് മാക്സിമം നിങ്ങളിലേക്ക് എത്താവുന്ന രീതിയിൽ മാക്സിമം മനസ്സിലാക്കാവുന്ന രീതിയിൽ അത്ര സിംപ്ലിഫൈ ചെയ്തിട്ടാണ്. എന്നുവെച്ചാൽ കൊച്ചു കുട്ടികളിരുന്നപ്പോൾ അവർക്ക് മനസ്സിലാവുന്ന ടൈമിൽ തന്നെയാണ് ആ വെബിനാർസ് ഒക്കെ കണ്ടക്ട് ചെയ്ത് പോകുന്നത് കേട്ടോ. അപ്പൊ ഇപ്പൊ നമ്മൾ കുറച്ച് ഒരു 6 to 7 വെബിനാർസ് മില്ലിയനേഴ്സ് സക്സസ് മന്ത്രയുടെ നടത്തിയിട്ടുണ്ട് പവേഴ്സ് ക്ലബിന്റെ ഭാഗമായിട്ട്. ഇനിയും അങ്ങോട്ട് നമ്മൾ നടത്താൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇടയ്ക്ക് നിർത്താൻ വേണ്ടി നിന്നാണ്. പക്ഷെ പിന്നീട് നമ്മൾ ഗ്രൂപ്പിൽ പുതിയ ആളുകൾ ജോയിൻ ചെയ്തപ്പോൾ അവർക്കും കൂടി കിട്ടണം എന്ന ആഗ്രഹത്തോടെ നമ്മൾ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അവിടെ കൂട്ടായ്മയെ കാണാം. നമ്മുടെ പവേഴ്സ് ക്ലബിൽ നിന്ന് കൂട്ടായ്മയെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ചോദിച്ചാൽ മതി. അല്ലാതെ ആരും നിർബന്ധിച്ച ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്നില്ല. താല്പര്യമുള്ളവർക്ക്, സ്വയം മനസ്സാട് താല്പര്യമുള്ളവർക്ക് മാത്രം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അവിടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ അതിന്റെ കുറച്ച് റൂൾസും അതിന്റെ റെഗുലേഷൻസും ഉണ്ട്. അത് കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്യുക, അത്ര മാത്രം കേട്ടോ. അപ്പൊ ഈ ഒരു വിഷുകാലം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യപൂർണ്ണമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ പ്രാർത്ഥനയിൽ എല്ലാവരും ഉൾപ്പെടുത്തുക. ഓക്കെ, സൽക്കർമ്മങ്ങൾ ചെയ്ത് സൽചിന്തയോടെ സൽപ്രവൃത്തിയോടെ ഈശ്വര അനുഗ്രഹത്തോടെ ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോവാം കേട്ടോ. അപ്പൊ നല്ല ഒരു വർഷമാവട്ടെ നമുക്ക് ഈ ഒരു വിഷുകാലം എന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കനോട് അമർത്തിക്കോളൂ കേട്ടോ.